ടീച്ചർ, ഈ ക്വസ്റ്റ്യന്റെ ഇംഗ്ലീഷിലെ അർത്ഥം ഒന്ന് പറഞ്ഞുതരാമോ ടീച്ചർ? Yes, let me take a look. From an aeroplane vertically above a straight horizontal road, the angles of depression of two consecutive milestones on opposite sides of the aeroplanes are observed. ഇതിന്റെ മീനിങ് എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. എന്താ അറിയോ, ഇതിന്റെ മീനിങ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ അത് ഞാൻ ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന പോലെ ആയിപ്പോവും. അല്ല, ആൻസർ കിട്ടാൻ ഇത് സോൾവ് ചെയ്യണ്ടേ? ഞാൻ നിങ്ങളുടെ മാത്സ് ടീച്ചറിനെ ഒന്ന് വിളിക്കട്ടെ. ഓക്കെ ടീച്ചറെ മാത്സ് ടീച്ചറിനെ ഒന്ന് വിളിക്കോ. ഇവരുടെ മാത്സ് ടീച്ചർ ഒരു ഡൗട്ട് ഉണ്ട്. കീപ് ക്വയറ്റ്. സി, ഇതിപ്പോ ഞാൻ ഇവിടെ ഉള്ളത് കൊണ്ട് കൊള്ളാം. ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. ഞാൻ അപ്പം തന്നെ നിങ്ങളുടെ മാത്സ് ടീച്ചറിനെ വിളിച്ചു. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തേനെ? ടീച്ചർ, ഈ വെർട്ടിക്കലി എബോവ് എ സ്ട്രെയിറ്റ് ഹൊറിസോണ്ടൽ റോഡ് എന്ന് പറയുമ്പോൾ അത് മാത്രം ഒന്ന് പറഞ്ഞു തരാമോ? നൗ യു ആർ ട്രൈങ് ടു ഗെറ്റ് ദ ആൻസർ ഫ്രം മീ. ഇല്ല, ഞാൻ ആൻസർ പറഞ്ഞു തരില്ല. ഇത്ര പോലും നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയില്ലേ? ഞാൻ എത്ര കാലം കൊണ്ട് നിങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുക, എന്നിട്ട് ഇത്ര സിമ്പിൾ ആയിട്ടുള്ളൊരു സാധനത്തിന്റെ അർത്ഥം പോലും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ബാഡ്, വെരി ബാഡ്. ടീച്ചർ, ആ മാത്സ് ടീച്ചറിനെ ഒന്ന് വേഗം വിളിക്കോ. സി, ഇതിന്റെ അർത്ഥം എനിക്കിപ്പോൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാൻ പറ്റും. പക്ഷെ ഞാൻ അങ്ങനെ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ആ മാത്സ് ടീച്ചർ എന്നെ പറ്റി എന്ത് വിചാരിക്കും? ടീച്ചർ നാളെ എന്നോട് ചോദിക്കില്ലേ, എന്തിനാ ടീച്ചർ ഇത് പറഞ്ഞു കൊടുത്തത്, ആ പിള്ളേരെ പഠിച്ചുകൊണ്ട് വരേണ്ടതായിരുന്നു എന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരാത്തത്. എല്ലാവരും കണ്ടോ ഇംഗ്ലീഷ് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് കണ്ടോ? ഹൗ ഇമ്പോർട്ടൻ്റ് ഓഫ് എ സബ്ജക്ട് ഈസ് ഇംഗ്ലീഷ് എന്നിപ്പോൾ എല്ലാവർക്കും മനസ്സിലായോ? ഇംഗ്ലീഷ് ഇല്ലാതെ വേറെ ഒരു സബ്ജക്റ്റും പഠിക്കാൻ പറ്റില്ല. ടീച്ചർ, പക്ഷെ മലയാളവും ഹിന്ദിയും പഠിക്കാൻ ഇംഗ്ലീഷ് വേണ്ടല്ലോ.